ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വന്നിട്ടുള്ളത് ബീഫ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നമുക്കിത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ കിടിലം ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ബീഫ് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 1.5 കിലോ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുക്കറിൽ ഒരു 4 സബോള, ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, ഒരു കുടം വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഇത് വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബീഫ് കറി തയ്യാറാക്കി തുടങ്ങാം. അതിനുവേണ്ടി നമ്മൾ ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും നമുക്ക് അതിലേക്കായിട്ട് സബോള, ഇഞ്ചി, വെളുത്തുള്ളി വേവിച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്കായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കായിട്ട് 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കായിട്ട് 1 ടേബിൾ സ്പൂൺ ബീഫ് മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൊണ്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്കായിട്ട് ബീഫ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മസാലയെല്ലാം ബീഫിൽ നല്ലപോലെ പിടിക്കുന്ന രീതി വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്കായിട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സബോള, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൽ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും ബീഫ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു 5-6 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ബീഫെല്ലാം നല്ലപോലെ വെന്ത് വരണം. ഇപ്പോൾ നമ്മുടെ ബീഫെല്ലാം നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ കുക്കറിൽ നിന്ന് ചീനച്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ കിടിലം ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോയല്ലോ കേട്ടോ. നമുക്ക് വേറൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതെല്ലാവർക്കും അസ്സലാമു അലൈക്കും.